ഉപയോഗിച്ചിട്ട് RENACON AAC blocks 6 ഇഞ്ച് ഉപയോഗിച്ചിട്ട് ട്രസ്സാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. ഒരു 40 വർഷം പഴക്കമുള്ള വീടാണ് ഇതിന്റെ താഴെയുള്ളത്. അതിന് മൊത്തം ചെലവ് വന്നിട്ടുള്ളത് 7 ലക്ഷം രൂപയാണ്. ഹായ്, ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ മുന്നത്തെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞാൽ AAC ബ്ലോക്സ് ഉപയോഗിച്ചിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകളുടെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് അമലയിലാണ്, തൃശ്ശൂർ അമല ഭാഗത്താണ്. അപ്പോൾ ഇന്ന് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീടിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് ആ വീടിന്റെ ഉൾവശം. ഇതിപ്പോ ഒരു 580 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു അളവ് വരുന്നത്. പിന്നെ പറയാനുള്ളത് 40 വർഷം പഴക്കമുള്ള വീടാണ് ഇതിന്റെ താഴെയുള്ളത്. 40 വർഷം പഴക്കമുള്ള ഒരു ഏരിയ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെടുത്തിട്ട് ഒരു 25 വർഷത്തോളം പഴക്കമുള്ള ഒരു ഭാഗമുണ്ട് ഇവരുടെ വീട്ടില്. അപ്പൊ അതിന്റെ മുകളിലാണ് അവർ 6 ഇഞ്ച് ഉപയോഗിച്ചിട്ട് RENACON AAC blocks 6 ഇഞ്ച് ഉപയോഗിച്ചിട്ട് ട്രസ്സാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെച്ചിട്ടാണ് ഈ ഭാഗം ഫുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോ നമുക്ക് റൂമിലേക്ക് പോവാം. ഇത് തേച്ചിട്ടില്ല കേട്ടോ, കണ്ടോ, പുട്ടിയിട്ട് ഫിനിഷ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ മുകളിൽ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ ടൈല് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മുകളിൽ ഡ്രസ്സാണ് പറഞ്ഞില്ലേ, ഡ്രസ്സ് ചെയ്തതിന് ശേഷം അവര് സീലിംഗ് ചെയ്തിട്ട് നല്ല സാധാരണ എല്ലാവരും ലൈറ്റ് കളേഴ്സ് കൊണ്ടാണ് സീലിംഗ് ചെയ്യുക. ഇതിപ്പോ ഒരു വുഡൻ ഫിനിഷിംഗ് പോലെ ഉണ്ട് ഇവരുടെ സീലിംഗ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അടുത്ത റൂമിലേക്ക് പോയാലോ. ഇതും മറ്റേ റൂം പോലെ തന്നെ സെയിം ഡിസൈൻ ആണ്, കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ഇപ്പൊ മൊത്തം 580 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഈ വീട് വരുന്നത്. ഇവർക്ക് ഇതൊന്നും അറ്റാച്ച്ഡ് ബാത്റൂം അല്ല. അവർക്ക് വേണമെങ്കിൽ എടുക്കുമായിരുന്നു, അതിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് ഇവർക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കയറുന്ന സ്ഥലമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെള്ളം കയറി, താഴെ വെള്ളം കയറി. അപ്പൊ അവർക്ക് താഴെ അത്യാവശ്യം നല്ലോണം സ്ഥലം ഉണ്ട്, അവർക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഏരിയ തന്നെയാണെങ്കിലും വെള്ളം കയറാറുള്ളൊരു സംഭവം വന്നത് പിന്നെയാണ് അവർ മുകളിലേക്ക് എടുക്കാൻ ആലോചിച്ചത്. അപ്പൊ 2 റൂമിൽ കൂടിയിട്ട് ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം അവർ പണിതിട്ടുള്ളൂ. അവർക്ക് അതിന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് അപ്പോ ബാത്റൂം ഒന്ന് നോക്കാം. നല്ല എന്താ പറയാ, പുട്ടി ഇപ്പൊ ഡയറക്റ്റ് നമ്മൾ തേക്കാതെ ഡയറക്റ്റ് പുട്ടിയിട്ട് ഒരു ഫിനിഷ് ചെയ്ത് നല്ല സ്മൂത്ത് ആക്കാതെ ഇങ്ങനെ ടെക്സ്റ്ററിൽ നിന്നിട്ടുണ്ട്. അപ്പൊ മുകളിൽ നിന്ന് ലൈറ്റ് ഒക്കെ വരുമ്പോ നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഒരു എന്താ പറയാ, പുതിയ വീട്, പുതിയ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വീടുകളിലൊക്കെ അല്ല ഇങ്ങനത്തെ ടെക്സ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത്. ആ ഒരു സ്റ്റൈലിൽ അവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഈ പോർഷൻ കാണുമ്പോൾ ഒരു ഭംഗിയില്ലേ, ഈ ഭാഗത്ത് ഒരു ഫൈൻ ഒരു ഫിനിഷ് ചെയ്തും കൊടുത്തു, ഈ ഭാഗത്ത് ഒരു ടെക്സ്ചറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ AAC ബ്ലോക്സ് വെച്ചിട്ട് തേച്ചില്ലെങ്കിൽ എങ്ങനെയാ ശരിയാവോ എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്. കാരണം ഇത് നേരിട്ട് കാണാത്ത ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്. അവർക്കുള്ളൊരു മറുപടിയാണ്, അങ്ങനെയുള്ളവർക്ക് ആൾക്കാർ ശ്രദ്ധിക്കുക. ഇതുപോലെയാണ്, അതായത് ഡയറക്റ്റ് പുട്ടിയിടുമ്പോൾ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുള്ള ഒരു ഭാഗം. അപ്പൊ ഇപ്പൊ നിങ്ങൾ കണ്ട വീടുണ്ടല്ലോ, അതിന് മൊത്തം ചെലവ് വന്നിട്ടുള്ളത് 7 ലക്ഷം രൂപയാണ്. ഇതിൽ ഓൾറെഡി ഡ്രസ് ഉണ്ടായിരുന്നു. 580 സ്ക്വയർ ഫീറ്റ് ആണ് മൊത്തത്തിന്റെ അളവ് വരുന്നത്. ഓൾറെഡി ഡ്രസ് ഉണ്ടായിരുന്നു, അത് ഉയരം കുറവായിരുന്നു. അപ്പൊ അവരൊരു 11 അടിക്ക് അത് ഡ്രസ് പൊക്കിയിട്ട് പിന്നെ കട്ട കെട്ടി പൊന്തിച്ച് ബാക്കി ഇപ്പൊ ഈ കണ്ട ചെലവ്, അതായത് കണ്ട വർക്കൊക്കെ അടക്കം 7 ലക്ഷം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്.
പിന്നെ ഇപ്പൊ ഇതിൽ പറയാനുള്ള ഒരു കാര്യം സ്റ്റെയർ കേസ് ആണ്. ഇത് പണ്ട് പുറത്തായിരുന്നു. അപ്പൊ അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെള്ളം കയറുന്ന ഒരു ചെറിയ പ്രശ്നം വന്നപ്പോ, ചെറിയ പ്രശ്നമല്ല വലിയ പ്രശ്നം വന്നപ്പോ അവർക്ക് പ്രാക്ടിക്കലി സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആണ് അവരിങ്ങനെ ഒരു മുകളിലേക്ക് എടുക്കാന്ന് തന്നെ വിചാരിച്ചത്. അപ്പോൾ ഈ സ്റ്റെയർ കേസും ഉള്ളിൽ കൂടെ അവരെടുത്തിട്ട് ആണ് മുകളിൽ പണിതിട്ടുള്ളത്. അപ്പൊ അവർ ഈ സ്റ്റെയർ ഉള്ളിൽ കൂടെ എടുത്തു എന്നുള്ളത് ഈ ചെലവിൽ പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ഒരു ഡോറൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റീൽ ഡോറുകളാണ്. ഈ മെയിൻ ഇപ്പുറത്തുനിന്നുള്ള ഡോർ സ്റ്റീലിന്റെ ആണ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം അടക്കമാണ് ഈ 7 lakhs ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ AAC ബ്ലോക്സ് കൊണ്ട് പണിതുകൊണ്ടിരിക്കുന്നതും പണി കഴിഞ്ഞിട്ടുള്ള വീടുകളുടെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഷെഡേഴ്സ് എന്നാണ്. ഞങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.